നമസ്കാരം സർ. PV അൻവർ MLA സാറാണെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി സാറിന്റെ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈ രീതിയിലൊരു മെസ്സേജ് അയക്കേണ്ടി വന്നതിൽ സാറിനോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത പോലീസിലൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. പോലീസിന്റെ വയർലെസ് മെസ്സേജ് സാജൻ നിസ്കറിയ ചോർത്തിയെടുത്ത് മറുനാടൻ ചാനലിന് പ്രക്ഷേപണം നടത്തിയതിനെതിരെ സാർ നൽകിയൊരു പരാതി ഉണ്ടായിരുന്നല്ലോ പോലീസ് FIRൽ. അത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ സാജന്റെ സഹോദരങ്ങൾ ഇടനിലക്കാർ വഴി ADGP അജിത് ഒരു സമീപിച്ചിട്ട് സാജനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിട്ടൊരു കേസിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ വാഗ്ദാനം ചെയ്യും. അപ്പോ അതിൽ 1.5 കോടി രൂപ 2 തവണയായിട്ട് MLA അജിത് സാറിന് നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആ സമയത്ത് സാറിന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് ഒരു ഇന്റർനെറ്റ് കോൾ വന്നത് ഓർമ്മയുണ്ടോ സാറിന്? അപ്പൊ ആ വിവരം നൽകി ഞാനായിരുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് സാർ നടത്തിയൊരു പ്രസംഗം മുഴുവനായി ഞാൻ കേട്ടു. അപ്പൊ അതിൽ സാറിന്റെ അടുത്തോട്ടുള്ള ബഹുമാനവും വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പം അജിത് സാറിന്റെ സ്വഭാവവും പ്രവർത്തന രീതിയും സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയത്. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് സാർ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കാറുണ്ട്. അജിത് സാർ തികച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാർ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിൽ KC വേണുഗോപാൽ സാറും K സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസ് ഉണ്ടല്ലോ സാർ. CBI അന്വേഷിച്ചിട്ടും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരും അജിത് സാർ തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരരായിട്ട് ഈ പാവം സ്ത്രീയെ ശാരീരികപരമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കവർ ചെയ്യുകയും ചെയ്തു സാർ. അപ്പോ വർഷങ്ങളോളം അവൻ ജയിലിൽ തന്നെ കിടക്കുന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് CBI കേസ് ഏറ്റെടുത്തത്. അപ്പോൾ ഈ സരിതയുമായിട്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ. ഈ CBI കേസ് ഏറ്റെടുത്തപ്പോഴേക്കും സരിത നിത്യവർത്തിക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സമയം എനിക്കറിയാം. KC വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ സരിതയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്നും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാർ. അജിത് സാർ ഈ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സരിതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്ന് വാങ്ങി കൊടുക്കാമെന്നും പുള്ളി പറഞ്ഞതാണ്. അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ്. ഈ വാക്ക് വിശ്വസിച്ച് CBIയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന സരിതയുടെ മറുപടി കാരണം അങ്ങനെയാണ് കാരണം. അപ്പോൾ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിയിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടും എത്തിയത്. സാർ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം എന്തുകൊണ്ട് സാർ? ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 സ്വർണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാർ കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 6 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവരേത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. അതിനുശേഷമാണ് സ്വർണം കടത്തുന്നവർക്ക് നാട്ടിലേക്കുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കാനും സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരെ അജിത് സാറിന്റെ സംഘം പണം കൊടുത്ത് സ്വാധീനിച്ച് ഈ കാരിയർമാരുടെ പാസ്പോർട്ടും ടിക്കറ്റ് ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് മലപ്പുറം SP സുജിത് സാറിന് അയച്ചു കൊടുക്കലാണ് പതിവ്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷം കോടിക്കണക്കിന് രൂപയുടെ സ്വർണം എയർപോർട്ടിന്റെ പുറത്ത് വെച്ച് മലപ്പുറം പോലീസ് പിടിച്ചെടുക്കുന്നത്. ഇതേ സമയങ്ങളിലൊക്കെ അജിത് സാറിന്റെ സംഘം നിർലോഭം സ്വർണം കടത്തുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. ഈ പോലീസ് നടപടിയിലൂടെ പൊതുവെ ഒരു കള്ളക്കടത്ത് സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല.
അതുകൊണ്ട് തന്നെ ഈ അജിസറിന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈയടക്കിയ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ സന്തത സഹചാരിയായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുജീബുണ്ട്. അജിത് സാറിന്റെ വീട്ടിലെ സ്ഥിരം പുള്ളിയുടെ വീട്ടിലെ സന്ദർശകനാണ് ഈ മുജീബ്. അജിത് സാറിനെതിരെ ഡിപ്പാർട്ട്മെന്റിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ മുജീബ് അജിത് സാറിന്റെ പുള്ളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ സ്ഥിരം പുള്ളിയെ കാണാറുണ്ട്. ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് എന്തെങ്കിലും കേസിന്റെ പേരിൽ അന്വേഷണം ആയിട്ട് മുന്നോട്ട് വന്നാൽ ഇവര് മൂലക്കിരുത്തും സാറേ. അതൊന്നും ചെയ്യാൻ കഴിയില്ല. അജിത് സാറിന്റെ ഇതിനായിട്ട് IPS ഉദ്യോഗസ്ഥർ വരെയുള്ള വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ എന്റെ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാറ് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് കാർപ്രയോഗം വോട്ടിങ്ങിന് തൊട്ട് മുമ്പ് അതിന്റെ തലേ ദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞു വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ. സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് മൂലമാണ് അന്വേഷണം ഇതുവരെയും കംപ്ലീറ്റ് ആകാതിരുന്നത്. അതിൽ തന്നെ ഈ സർക്കാരിനെയും പാർട്ടിയെയും തകർക്കാൻ സത്യം പറഞ്ഞാൽ തോലിട്ട ചെന്നായയുടെ ഒരു രീതിയാണ് പുള്ളിയുടെ ഒരു സ്റ്റൈല് പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിലെ ഒരു വലിയ വിഭാഗം സേന അംഗങ്ങളെ കണ്ണീര് ഒളിപ്പിക്കുന്ന പോലെ ആയിപ്പോയി സാർ. പുള്ളിക്ക് അതിന് ദൈവം അറിഞ്ഞു നൽകിയ ഒരു അസുഖമാണ്. പുള്ളിക്ക് സോറിയാസിസ് രോഗം വന്നു. ശരീരത്തിൽ മാത്രമല്ല പുള്ളിയുടെ ഹൃദയത്തിലും സോറിയാസിന്റെ ഒരു അംശമുണ്ട് സാറേ. അതുകൊണ്ട് പോലീസിന്റെ ഐഡന്റിറ്റി ആയിട്ട് കാക്കി യൂണിഫോം പോലും പുള്ളിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ ശബ്ദം ഇത്രയാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. എന്റെ ശബ്ദം എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാർ അത് എന്റെ അടുത്ത് ക്ഷമിക്കണം. എനിക്ക് ഈ സത്യം പുറത്തു പറയാതെ ഒരു സമാധാനമില്ല. അതിന്റെ പുറത്താണ് ഈ പറയുന്നത്. നന്ദിയുണ്ട് സാർ. ഓക്കെ, ബൈ.